നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഭർത്തൃവീടുകളിൽ യുവതികളുടെ കണ്ണീരിന് അറുതിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. ഗാർഹിക പീഡനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് മലപ്പുറം സ്വദേശിനി തെഹ്ദില. മദാരിൽ നിസാറിന്റെ ഭാര്യ തെഹ്ദിലയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃവീട്ടിലെ പീഡനമാണ് മരണകാരണമെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. എനിക്ക് 4 മണിക്കാണ് വാട്സപ്പിൽ വോയിസ് വിട്ടത്. എനിക്ക് 9:45 അത് അവന്റെ ഉപ്പ എനിക്ക് വിളിച്ചിട്ട് എന്തൊരു കൂളായിക്കാണ്ട് എന്നോട് സംസാരിച്ചേ. ഈ എവിടെ ചോദിച്ചു. ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഈ മരിച്ചു കിടക്കുന്നതിന് ചെറിയ പ്രശ്നം. കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ എന്താ പ്രശ്നം പറ്റിയ ചോദിച്ചു. ചിഞ്ചു തൂങ്ങി മരിച്ചു പറഞ്ഞു. ചിഞ്ചു തൂങ്ങിയായിരുന്നു. അപ്പോൾ എന്താ നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞു ഞാൻ അതിനൊന്നും പറ്റൂല, അവള് മരിച്ചും ചെയ്തു പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചോ ഇല്ലെന്ന് തീരുമാനിക്കേണ്ട ഡോക്ടർമാരല്ലേ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. കാല് താഴെ മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ കുട്ടിയെ ഒരുപക്ഷെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കുട്ടിയുടെ അവിടുത്തെ ഭർത്താവിന്റെ പിതാവാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനും വേണ്ടി വരെ എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിന് കുട്ടി വഴങ്ങാത്തതിന് കുട്ടിയെ തള്ളിയിട്ടിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. 10 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ പ്രായമുള്ള 4 മക്കൾ, 3 ആൺകുട്ടികളും 1 പെൺകുട്ടി. ഇത്രയും മക്കളുള്ള സമയത്ത് ഒരു പരമാവധി യോജിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ചെയ്തതാണ്. പക്ഷെ ഇയാളെ കുറിച്ച് ഇയാളുടെ മക്കൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാള് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാപ്പയായി പോയില്ല, ബാപ്പ ആയതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ, നിവൃത്തില്ല എന്നുള്ള രീതിയിൽ മക്കൾ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പന്തല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CB അനുമോദ് ചേരുന്നു. അനുമോദ്, 4 കുട്ടികളെ അനാഥരാക്കിയാണ് യുവതി ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത്. ഈ ഭർത്തൃവീട്ടിലെ പീഡനം തന്നെയാണ് ആത്മഹത്യ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ അവരുടെ വീട്ടിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? ടോം, അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പുകളോ മറ്റ് വിവരങ്ങളോ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുൻപിൽ നിന്നും ബന്ധുക്കളുടെ പ്രതികരണം എടുത്തത്. അവരാണ് ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ വാക്കുകൾ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതാണ്. ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് അവരത് പറയുന്നത്. കാരണം ഈ ഭർത്താവിന്റെ പിതാവിനെയും ഭർത്തൃവീട്ടുകാരെയുമാണ് ഈ ഒരു മരണത്തിന്റെ കാരണക്കാരായിട്ട് അവർ ചിത്രീകരിക്കുന്നത്. മുൻപ് പലവട്ടം ഇവർക്ക് മോശം അനുഭവം ഈ വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇതെല്ലാം തന്നെ പൊരുത്തപ്പെട്ട് പോകണം എന്നൊരു നിർദ്ദേശത്തിൽ ആണ് ഈ കുട്ടിയുടെ വീട്ടുകാർ നിലപാടെടുത്തത്. കാരണം 4 കുട്ടികളാണ് ഈ മരിച്ച തെഹ്ദിലയ്ക്ക്. 10 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള പ്രായമുള്ള 4 കുട്ടികളാണ്. അപ്പോൾ ഒരുമിച്ച് പരമാവധി ജീവിക്കണം എന്ന തരത്തിലാണ് വീട്ടുകാരുടെ ഒരു നിലപാട് ഉണ്ടായിരുന്നത്. ക്ഷമിക്കണം. അതും ഈ ഒരു സാഹചര്യത്തിൽ അവർ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം ആണ് ഇനി കണ്ടെത്തേണ്ടത്. അവരുടെ സഹോദരിമാർക്കും മറ്റ് കുടുംബത്തിലുള്ളവർക്കും വാട്സപ്പിൽ വോയിസ് ചാറ്റ് ചെയ്തിരുന്നു, ശബ്ദ സന്ദേശം അയച്ചിരുന്നു. അതിൽ ഏറ്റവും അവസാനം ശബ്ദ സന്ദേശപ്പോൾ അവർ കരയുന്ന രീതിയിലായിരുന്നു എന്നെല്ലാമാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പാണ്ടിക്കാട് പോലീസാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. നമ്മളോട് ബന്ധുക്കൾ പങ്കുവച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ പോലീസിന് മുൻപിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ബന്ധുക്കൾ നൽകുന്ന വിവരമനുസരിച്ച് അവരുടെ ആരോപണങ്ങളിൽ ഭർത്താവിന്റെ പിതാവ് വലിയ രീതിയിൽ അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു എന്നാണ്. ഈ ഭർത്താവ് നാട്ടിലാണോ അതോ വിദേശത്താണോ? ഈ ഭർത്താവിന്റെ പിതാവിനെതിരെയാണോ കൂടുതലും ഈ യുവതിയുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്? ടോം, ഇതിൽ ബന്ധുക്കളുടെ വശം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഭർത്താവ് നിസാർ വിദേശത്താണ് ഉള്ളത്. ഇയാള് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളും കുടുംബം നാട്ടിലുമാണ്. ഈ ഭർത്താവിന്റെ പിതാവായാണ് ഈ ഒരു പരാതിയിൽ ഏറ്റവും അധികം ബന്ധുക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. കാരണം അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവര് 45 പവൻ സ്വർണവും വേണ്ടത്ര പണവും ഒക്കെ നൽകിയാണ് ഈ വിവാഹം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ഈ ഭർത്താവിന്റെ വീട്ടിൽ തുടരാൻ കഴിയില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോൾ മറ്റൊരു വീട് വെച്ച് മാറാൻ തീരുമാനിക്കുകയും
ഇവർ നൽകിയ സ്വർണവും പണവും എല്ലാം ചേർത്ത് വെച്ചാണ് അവർ ആ വീടിന് കുറച്ചപ്പുറത്തായിട്ട് മറ്റൊരു വീട് വെച്ചത്. പക്ഷേ ആ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടും ഈ തരത്തിലുള്ള പീഡനങ്ങൾ തുടരുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. സദാസമയം ഈ ഭർത്താവിന്റെ പിതാവ് ഇവരെ ശല്യം ചെയ്യുകയും ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഈ ഒരു സംഭവത്തിലേക്ക്, ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നൊരു ആരോപണമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ഭർത്താവിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. വീട്ടുകാരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ ഇവരുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ടോം, നമുക്ക് ഈ ഒരു ബന്ധുവിന്റെ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ വ്യക്തമായ കാര്യം അവർ തന്നെ പറയുന്നുണ്ട്. ഇതിനു മുൻപും ഈ തഹ്ലീന ബന്ധുക്കളോട് ഈ ഭർത്തൃ വീട്ടിലെ ഉപദ്രവത്തെക്കുറിച്ച്, പീഡനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നുവെന്ന്. പക്ഷേ ഈ 4 കുഞ്ഞുങ്ങളെ ഓർത്താണ് ഇത്രയും നാൾ സഹിച്ചു നിന്നത്. ഈ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആത്മഹത്യയെക്കുറിച്ച് ഈ യുവതിയെ പ്രേരിപ്പിക്കാനുള്ള ഘടകം എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇവർക്ക് 25 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഇന്ന് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ 4 കുട്ടികളുണ്ടായി. ഇതിനിടയിൽ അവർക്ക് ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുകയും പീഡനങ്ങൾ നേരിടേണ്ടിയും വന്നു. ഒരിക്കൽ ആത്മഹത്യയെ ശ്രമിച്ചു എന്ന് ഇപ്പോഴാണ് ഈ വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ പരാതിയുമായിട്ടെല്ലാം തന്നെ വീട്ടുകാരുടെ മുമ്പിൽ ചെല്ലുകയും പലപ്പോഴും ആ വീട്ടിൽ നിന്ന് പിണങ്ങി പോരുകയൊക്കെ ചെയ്യുമ്പോഴും കുട്ടികളെ ഓർത്ത് ഒരുമിച്ച് ജീവിക്കണം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയത്. കാരണം സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് ഒരു നല്ല ദാമ്പത്യം ഈ കുട്ടിക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണമെന്നൊരു ആഗ്രഹത്താലാകാം ആ പരാതികളേക്കാൾ കൂടുതൽ അവർ ആ ഒരു 4 കുട്ടികളെ ഓർത്ത് ജീവിക്കാനുള്ള നിർദ്ദേശത്തിന് പ്രാധാന്യം നൽകിയത്. അങ്ങനെ തുടർച്ചയായിട്ടും ഇതുണ്ടായിട്ടും ഇത്തരത്തിൽ ഈ ഒരുമിച്ച് പോകാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ അങ്ങ് എത്തുകയായിരുന്നു. ഈ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നത്താൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം. എന്താണെങ്കിലും അതിനെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം തന്നെ വരേണ്ടതുണ്ട്. നിലവിൽ ആത്മഹത്യാക്കുറിപ്പുകളോ അല്ലെങ്കിൽ മരണകാരണം പങ്കുവയ്ക്കുന്ന മറ്റെന്തെങ്കിലും സന്ദേശങ്ങളോ പോലീസിനും ലഭിച്ചതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാലങ്ങളായി തുടരുന്ന ഈ ഒരു അവസ്ഥ അതുതന്നെയാകാം ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കുട്ടിയെ എത്തിച്ചത് എന്ന് വേണം പ്രാഥമികമായിട്ട് കരുതാൻ. ഇതെല്ലാം പോലീസിന്റെ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാവുകയുള്ളൂ. അനുമോദ്, ഈ സമാനമായ രീതിയിൽ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഇതുപോലുള്ള ആത്മഹത്യാ കേസുകൾ, ഭർത്തൃ വീട്ടിലെ യുവതികളുടെ ആത്മഹത്യാ കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അതിലൊക്കെ ചില തെളിവുകൾ കാണുമായിരിക്കും. മറ്റു ബന്ധുക്കളുമായി ഫോണിൽ സംസാരിക്കുന്നതൊക്കെ തെളിവുകൾ, റെക്കോർഡിങ്ങുകളൊക്കെ പലപ്പോഴും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ പോലീസിനുണ്ടോ, ബന്ധുക്കൾക്കുണ്ടോ? കാരണം ഈ ഭർത്തൃ പിതാവ് ഈ യുവതിയെ ഉപദ്രവിക്കുന്ന മറ്റും എന്തെങ്കിലും ദൃശ്യങ്ങളോ മറ്റോ എന്തെങ്കിലും ലഭ്യമാകാൻ ഉള്ള സാധ്യതയുണ്ടോ? പോലീസ് ആ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടോ? പോലീസ് ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു വിഷയത്തിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയാണ് പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ അവരിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും അതിനെ തുടർന്നുള്ള പ്രാഥമികമായ കാര്യങ്ങൾക്കുമാണ് മുൻതൂക്കം നൽകുന്നത്. ഇവരുടെ മൊഴി അത് റിട്ടൺ ആയിട്ട് ഇനി എഴുതി നൽകേണ്ടതുണ്ട് പരാതി പ്രകാരമുള്ളത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നടപടികൾ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വിശദമായ മൊഴി പരാതിക്കാരുടെ രേഖപ്പെടുത്താൻ സാധ്യതയില്ല. പരാതിക്കാരുടെ മൊഴി അത്തരത്തിൽ വിശദമായി രേഖപ്പെടുത്തിയ ശേഷമേ പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റു നടപടികൾ ഉണ്ടാകുള്ളൂ എന്നാണ് അറിയുന്നത്. നമുക്കറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ശബ്ദ സന്ദേശങ്ങൾ ഈ ബന്ധുക്കളുടെ മൊബൈലിൽ തന്നെ ഉണ്ട്. ഈ ബന്ധുക്കളുടെ മൊബൈലിലേക്ക് ഈ മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് തന്നെ അയച്ച ശബ്ദ സന്ദേശങ്ങൾ നിരവധി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് തന്റെ പിതാവിന്റെ മോശം സ്വഭാവത്തെക്കുറിച്ചും അത് എന്ത് ചെയ്യാനാകും എന്നും മറ്റും നിസ്സഹായരായിട്ട് അവർ സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ നിരവധി ഉണ്ട് എന്നാണ് ഈ ബന്ധുക്കൾ തന്നെ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയുകയില്ല. നമുക്കത് ഈ ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിൽ നമുക്ക് അന്വേഷിക്കുവാനും ഈ ഒരു സാഹചര്യത്തിന്റെ ഒരു പരിമിതി നമുക്കുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിന്
അവരോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുവാനോ മറ്റും കഴിയുകയില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമേ അത്തരം തെളിവുകൾ ശേഖരണത്തിലേക്കും മറ്റും കടക്കുകയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളത്. എന്താണെങ്കിലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാനാവില്ല. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാട് ഇത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം, വ്യക്തിപരമായിട്ട് തോന്നിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും 25 വയസ്സായപ്പോഴേക്കും 4 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്ത അവരുടെ ഒരു അവസ്ഥ, അവർക്ക് മറ്റൊരു തരത്തിലേക്ക് ജീവിതം കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള രക്ഷിതാക്കൾ ആരും ഒരു പക്ഷേ ശ്രമിച്ചു കാണില്ല, അവർ ചിന്തിച്ചു കാണില്ല. നമ്മൾ അവരെ ഈ ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്നു അല്ലെങ്കിൽ പോലും സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ കൂടി കാര്യം ഇവിടെ പരാമർശിക്കുകയാണെന്ന് മാത്രം. ടോം. തീർച്ചയായും CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ചു വിടുക, ഭർത്താവ് പിന്നീട് വിദേശത്തേക്ക് പോകുന്നു, ഭർത്തൃ വീട്ടിൽ ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന, ഒടുവിൽ ജീവനൊടുക്കാൻ പോലും സ്വയം തീരുമാനിക്കുന്ന യുവതികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ പല കുടുംബങ്ങളുടെയും പല യുവതികളുടെയും അവസ്ഥ. ഇത്തരം വിഷയങ്ങളിൽ ഒരു കൃത്യമായ ഒരു ഇടപെടലാണ്, ശക്തമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അടക്കം വേണ്ടത്. കാരണം ഗാർഹിക പീഡനം അതിന് പ്രധാനപ്പെട്ട കാരണമായി വരുന്നത് സ്ത്രീധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. സ്ത്രീധനത്തിന്റെ പേരിലാണ് പലപ്പോഴും യുവതികൾക്ക് ഭർതൃ വീടുകളിൽ ക്രൂരമായ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത്.